നല്ല വിട്ടു വിട്ടു വിട്ടിരിക്കണല്ലേ. ഹലോ, ഇന്ന് സനൂപ് സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി യമ്മി ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 3 തക്കാളി, കരിവേപ്പില, മല്ലിയില, മിൻറ്റ് ലീവ്സ്, പച്ചമുളക് ഇത് വേണം. പിന്നെ നമുക്ക് ഉള്ളി വേണം, ഓഫ് കോഴ്സ്. ഒരു 5 ഉള്ളി വേണം. പിന്നെ കുറച്ച് പാല്, കാഷ്യൂ നട്ട്സ് നമ്മൾ സോക്കാക്കി വെക്കണം. ആൻഡ് ബിരിയാണി റൈസ് വേണം. നമ്മൾ ലോങ് ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. സാധാരണ ആൾ ജീരകശാലയാണ് എടുക്കാറ്. ഇപ്പോൾ നമ്മളതിൽ ലോങ് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ചിക്കനിൽ നോർമൽ മാരിനേഷൻ, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടിയില്ല, കുരുമുളക് പൊടി, ലെമൺ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മാരിനേറ്റ് ആക്കി വെക്കണം. കുറച്ചധികം നേരം ആൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ഇത് ഓൾറെഡി മാരിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു മേ ബി ഹാഫ് ആൻ അവറൊക്കെ നമ്മൾ മാരിനേറ്റ് ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഡീപ്പ് ഫ്രൈ പോലെ നമ്മൾ ആക്കിയെടുക്കണം. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓർമ്മ വന്നത്, ഈ മാരിനേഷനിൽ ചിക്കൻ മസാല പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ആഡാക്കണേ. ചിക്കൻ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇൻ ദ മീൻ ടൈം ആൾ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൈകൊണ്ട് ഇങ്ങനെ റെഡി. പിന്നെ നമ്മൾ തക്കാളി നമ്മളുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്ന വെജിറ്റബിൾസൊക്കെ നന്നായി സ്ലൈസസ് ആക്കിയിട്ട് കട്ടാക്കി എടുത്തു. ഈ മിൻറ്റ് ലീഫും നമ്മൾ സ്മോൾ ആയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോൾ ഗരം മസാലാസ് വേണം. പെരിഞ്ജീരകം ഇതിൽ ഉള്ള എല്ലാ മസാലാസും ഫുൾ മസാല വേണം. പിന്നെ കുറച്ച് ഗീ ആൻഡ് ഓയിലിൽ നമ്മൾ ഈ മസാലാസൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ഉള്ളി ഇട്ടിട്ട് അത് നന്നായിട്ട് നമ്മൾ സോട്ടാക്കി എടുക്കണം. സാധാരണ ബിരിയാണീൻ്റെ പോലെ ആൾ ഫ്രൈ ഓണിയൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതന്നെ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് സോട്ടാക്കി എടുത്തു. ഈ പാത്രം കണ്ടിട്ടൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും നല്ല പാത്രം എടുക്കൂ. പക്ഷെ ആൾക്ക് ഈ പാത്രത്തിലാണ് കംഫേർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിൽ റെഡിമെയ്ഡ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നന്നായിട്ട് നമ്മൾ സോട്ടയാക്കി. ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല ഫ്രാഗ്രൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ബാക്കിയുള്ള മസാലാസ്, ചിക്കൻ മസാല പൊടി അത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഐ തിങ്ക് സോ 2 to 3 ടേബിൾ സ്പൂൺസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടു. ഇതിൻ്റെ ഒക്കെ ഞാൻ കണക്ക് ചോദിക്കുമ്പോൾ പെപ്പർ പൗഡർ ഇട്ടു. പെപ്പർ പൗഡർ ഒരു ഐ തിങ്ക് സോ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടാവും. കണക്ക് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. കൈപ്പുണ്യം എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ എല്ലാം ഇട്ട് നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ആ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടുക. അതാണ് ആൾ പറഞ്ഞ ടിപ്പ്. പിന്നെ നമ്മൾ കട്ടാക്കിയ തക്കാളി ഇട്ടു. അത് നന്നായിട്ടൊന്ന് സോട്ടാക്കി വരുമ്പോൾ നമ്മളുടെ മിൻറ്റ് ലീഫ്, കൊറിയൻഡർ ലീഫ് ഇടരുത്, മിൻറ്റ് ലീഫ്, പിന്നെ ചില്ലീസ്. ഇത് നല്ല സ്പൈസി ചില്ലിയാണ്. ഇതെല്ലാം കൂടിയിട്ട് നമ്മളിട്ടിട്ട് നന്നായിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് സോട്ടാക്കി എടുക്കുക. ആൻഡ് തക്കാളി നന്നായിട്ട് മുഷിയാവുന്നത് വരെ നമ്മളൊന്ന് അതാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു ഈ പാത്രം കണ്ടു, പാത്രം ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ അടി പിടിക്കേണ്ട അത്ര അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയണത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കേർഡ് ഇട്ടിട്ടുണ്ട്. ഈ മസാല നന്നായിട്ട് വഴണ്ട് വരണം. നിങ്ങളുടെ വീട്ടിൽ ആരാണ് കുക്ക് ചെയ്യാറ്? ആർക്കാണ് കുക്കിങ്ങിൽ പാഷൻ? ഹസ്ബൻഡിനാണോ വൈഫിനാണോ? കമൻറ്റ് സെക്ഷനിൽ പറയണേ.
അപ്പം നമ്മളുടെ മസാല നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാലും കാഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അത് നന്നായി മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കണം. അതും നമ്മൾ ഈ നമ്മളുടെ മസാല കൂട്ടിൽ അത് ആഡാക്കി കൊടുക്കണം. ആൻഡ് നന്നായിട്ട് അതും കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കഴിഞ്ഞ ക്ലിപ്പിൽ കാണിച്ച പോലെ ഫുൾ എനർജി നമ്മുടെ മസിലൊക്കെ നമ്മൾ ഫുൾ എനർജി ഇട്ടിട്ട് നമ്മൾ ചിക്കനും മസാലയും കൂടിയിട്ട് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഫ്രൈഡ് ചിക്കനും ഇതും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ. ഇതിങ്ങനെ തന്നെ കറിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും വേണമെങ്കിൽ. പിന്നെ നമ്മളുടെ കൊറിയൻഡർ ലീവ്സ് കുറച്ചെടുത്തിട്ട് അത് നമുക്ക് ആഡാക്കാം. ഇനി നമുക്ക് റൈസിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു വലിയൊരു പാനിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യണം. സോൾട്ട് ആഡ് ആക്കിയിട്ട് ആ വാട്ടർ നന്നായിട്ട് ബോയിൽ ആവണം. ഇൻ ദ മീൻ ടൈം എൻ്റെ ബാൽക്കണി ഗാർഡൻ കാണൂ, സൂപ്പറായിട്ടില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള ഹോൾ മസാലാസ്, കുറച്ച് മസാല നമ്മൾ ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഹോൾ മസാലാസ് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് സ്റ്റാർ അനൈസ് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 സ്റ്റാർ അനൈസും കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ആക്കണം ഈ വെള്ളത്തിൽ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യണം. ഇനി വെള്ളം കുറച്ചിങ്ങനെ ബോയിലായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗർ ആഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഷുഗറൊക്കെ ബിരിയാണിയിൽ. പക്ഷെ അത് ആഡ് ആക്കണം എന്നാണ് പറഞ്ഞത്, എന്നാലേ അതിലൊരു ടേസ്റ്റ് വരില്ലോ എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ആഡ് ആക്കിയിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കണം. എന്നിട്ട് കുറച്ച് നമ്മൾ ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാരറ്റൊക്കെ, ഹാഫ് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു, ചെറിയായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി നമ്മൾ ആഡ് ആക്കിയിട്ട്, പിന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ ആഡ് ചെയ്യണം. നെയ്യൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇടാം എന്നാണ് തോന്നുന്നത്. ഒരു 1 ടീസ്പൂണാണ് ആളിട്ടേക്കുന്നത്. പിന്നെ ലെമൺ, സ്കിന്നോടക്കനെ നമ്മൾ ലെമൺ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് ഒരു ഹാഫ് ലെമൺ സ്ലൈസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളുടെ റൈസ് സോക്കാക്കി ഡ്രെയിൻ ആക്കിയുള്ള റൈസ് നമ്മൾ ഇതിലേക്ക് കൂടി ആഡ് ആക്കണം. ഇത്രയാണ് നമുക്ക് റൈസിൻ്റെ പരിപാടി. ഇതൊന്ന് ബോയിലായിട്ട് വരണം. കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇതാവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും എല്ലാവരും പറയേണ്ടതാണ്. നമ്മളൊന്ന് വെന്ത് വരണം. നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മുഷിയാവാൻ പാടില്ല. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിയെടുക്കണമല്ലോ. അപ്പോൾ ഞാനായിരുന്നു വാഷിംഗ് ആൻഡ് ക്ലീനിങ്, വെസൽ വാഷിംഗ് ആൻഡ് ക്ലീനിങ്. അപ്പോൾ അത് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് ഇതുപോലെയായി മാറിയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ടില്ല, കുറച്ച് അതായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ദം ഇടണം. ഇത് ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ സനു ഇളക്കി നോക്കി. ഇനി നമുക്ക് ദം എടുക്കാം. അപ്പോൾ വലിയൊരു പാൻ എടുക്കുക, അതിൽ കുറച്ച് ഗീ ഒഴിച്ചു. പിന്നെ മിൻസ് ലീഫ് ആൻഡ് കൊറിയൻഡർ ലീഫ് കുറച്ച് സ്പ്രെഡാക്കി. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം റൈസ് നമ്മൾ ഇങ്ങനെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മസാല ഉണ്ടായിരുന്നല്ലോ, ചിക്കൻ മസാല, അത് നമ്മൾ ചിക്കൻ മൊത്തം പക്ഷെ കുറച്ച് ഗ്രേവി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ മസാല ഫുൾ ഇതുപോലെ സ്പ്രെഡാക്കിയിടാം, എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കിയിടാം. അതിനുശേഷം നമ്മളുടെ റൈസ്, കൊറിയൻഡർ ആൻഡ് മിൻറ്റ് ലീഫ് നമ്മൾ സ്പ്രെഡാക്കണം. പിന്നെ ഒരു ഹാഫ് ലെമൺ നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇതൊക്കെ എനിക്ക് ഓർമ്മ നിൽക്കില്ല, പക്ഷേ ആളാണ് എൻ്റെ വീട്ടിൽ ബിരിയാണി മിസ്റ്റർ സനൂപ്പ് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ നമ്മളുടെ ഈ റൈസ് ഫുൾ അതിലേക്ക് തട്ടിയിടുക, ഫുള്ള് കംപ്ലീറ്റ്ലി നമ്മൾ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നമ്മളൊരു കേക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമല്ലോ, അതുപോലെ നമ്മളത് സ്പ്രെഡാക്കി എടുക്കണം. പറഞ്ഞില്ലേ കുറച്ച് നമ്മളുടെ ചിക്കൻ ഗ്രേവി ബാക്കി വയ്ക്കണമെന്ന്, ഇതിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വന്ന് ചിക്കൻ ഗ്രേവി നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളുടെ വീണ്ടും കുറച്ച് ബാക്കി വന്ന മിൻറ്റ് ലീഫും കൊറിയൻഡർ ലീഫും വീണ്ടും അതിലേക്ക് സ്പ്രെഡാക്കുക. എന്നിട്ട് വീണ്ടും ഒരു ഹാഫ് ലെമൺ നമ്മൾ സ്ക്വീസാക്കി കൊടുക്കണം. അതൊക്കെയാണ് ഇതിലേക്കുള്ള പുളിയും അതൊക്കെ കറക്റ്റായിട്ട് വരിക എന്നാണ് മിസ്റ്റർ സനൂപ്പ് പറയുന്നത്.
ഈ ലാസ്റ്റ് നമ്മളുടെ ഗീ ഒന്ന് ഒരു 1 ടീസ്പൂൺ ടേബിൾ സ്പൂണൊക്കെ ഗീ അതിൻ്റെ മുകളിൽ വയ്ക്കുക. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഗരം മസാല ഇടാൻ മറന്നു. അപ്പോൾ നമ്മൾ ഗരം മസാലയും കൂടിയിട്ടൊന്ന് ആഡ് ചെയ്യുക. ഇനി നമ്മൾ ദം ഇടാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. അപ്പോൾ അലുമിനിയം ഫോയിൽ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റായിട്ട് റാപ്പാക്കി എടുക്കുക. ഈ രീതിയിൽ വേണം ടൈറ്റായിട്ട് റാപ്പാക്കിയിട്ട് എടുക്കാൻ. ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇതുപോലെ ഒരു ഗ്യാപ്പും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആക്കി നമ്മൾ എടുക്കണം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇന്ന് സൺഡേ ആണ്. മോൾക്ക് ഇന്ന് സ്കൂൾ പിക്നിക് ഉണ്ടായിരുന്നു. അപ്പോൾ പിക്നിക്കിന് പോയേക്കാണ്. ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഈ ബിരിയാണി ഇതുപോലെ നമ്മളുടെ ക്ലോസ് ആക്കിയിട്ടിട്ട് ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ നമ്മളത് ഒരു 15-20 മിനിറ്റ്സൊക്കെ നമുക്കിങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമ്മളത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. വാട്ട് എ ബ്യൂട്ടി. പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ടു ബി വെരി ഓണസ്റ്റ്. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ പോലെ മടിച്ചി അല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രസ്റ്റ് മീ, ഇറ്റ് വാസ് വെരി ടേസ്റ്റി. അപ്പോൾ ഇനി എന്തെങ്കിലും ആൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ബൈ.